ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അപ്പൊ നാളത്തെ എപ്പിസോഡും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി ഭാഗം കൂടിയാണ് പറയാൻ പോണത്. അങ്ങനെ നമ്മുടെ ദൈവമംഗലത്താണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും കുഴപ്പമില്ല, ക്രിസ്മസിന് പുൽക്കൂട് ഉണ്ടാക്കണല്ലേ ഫസ്റ്റ് പ്രൈസ് നമുക്ക് തന്നെ മേടിക്കണമെന്ന് ബാലൻ ഭയങ്കര വാശിക്ക് പറയട്ടോ. പിള്ളേര് പറയണ്ട, അതൊക്കെ നമ്മൾ തന്നെ മേടിക്കുക വെച്ചാ. അച്ഛൻ നോക്കിക്കോ, ഈ പ്രാവശ്യം പുൽക്കൂട് ഒരുക്കുന്ന മത്സരത്തിൽ നമ്മൾ തന്നെയായിരിക്കും ഫസ്റ്റ് നേടുക, നമ്മുടെ ടീം തന്നെ ജയിക്കുക വെച്ചാ. ദേ അപ്പുറത്തെ കൃഷ്ണമംഗലങ്കാരും നമ്മുടെ പുൽക്കൂട് കണ്ടേ അവരും പുൽക്കൂട് ഒരുക്കുന്ന കേട്ടത്. ആര് പുൽക്കൂട് ഒരിക്കലും നമുക്ക് തന്നെ ഫസ്റ്റ് കിട്ടുന്നത് ബാലൻ പറയുമ്പോ മീനാക്ഷിയും ഇത്രയും വേണ്ട, അച്ഛൻ നോക്കിക്കോ, നമുക്ക് തന്നെ ആദ്യം കിട്ടും എന്ന് പറയണം. ശേഷം ആര്യനും അതുപോലെ തന്നെ ധർമ്മനും പോയിട്ട് പുറത്തു പോയിട്ട് പുൽക്കൂടിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അപ്പൊ വലിയൊരു പുൽക്കൂട് തന്നെയാണ് അവിടെ ഒരുക്കണത്. ആ സമയത്ത് നമ്മുടെ അച്യുതനും അലോകും കൂടി പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് പറയണ്ട, നോക്കണം മോനെ, അവരെ പുൽക്കൂട് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അവർക്കെങ്ങാനും ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാണക്കേടാണ്. അതുകൊണ്ട് എന്തായാലും നമുക്ക് തന്നെ പുൽക്കൂടിന് ഫസ്റ്റ് കിട്ടണം. അങ്ങനെയെങ്കിലും അവിടെ മുമ്പിൽ നമുക്ക് ജയിച്ചേ പറ്റൂ. നമുക്കും ഉണ്ടാക്കാം അടിപൊളി പുൽക്കൂട്. നിനക്ക് പുൽക്കൂട് ഉണ്ടാക്കാൻ അറിയാവോടാ? അത് നമുക്ക് നെറ്റിലൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കിയാ പോരാ. പുൽക്കൂടിനെ വെറുതെ അങ്ങനെ ഉണ്ടാക്കിയാ പോരാ. യേശു ക്രിസ്തു എവിടെ വേണം, അതുപോലെ തന്നെ മാതാവ് എവിടെ നിൽക്കണം, അങ്ങനെ ആടുകൾ എവിടെ കറക്റ്റ് സ്പേസിൽ വെക്കണം, അതിനൊക്കെ ഓരോ കണക്കും കാര്യങ്ങളും ഓരോ സ്ഥാനമൊക്കെ ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് വെക്കണം. അതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാച്ചാ. അല്ല എന്നാ നമുക്ക് ഇപ്പൊ തന്നെ പുൽക്കൂട് ഒരുക്കണ കാര്യങ്ങൾ ചെയ്താലോ? ചെയ്യാം എന്ന് പറയാണ്. അപ്പൊ അമ്മ ചോദിക്കണ്ട, എന്താണ് മക്കളെ ആദ്യമായിട്ടാണ് ഇവിടെ പുൽക്കൂടൊക്കെ ഒരുക്കാൻ പോണത്? സാധാരണ ഇവിടെ വിഷു ഓണോ മാത്രം ആഘോഷിക്കാറുള്ളല്ലോ അമ്മേ. നമ്മളെ മതം ഒന്നും നോക്കാൻ പാടില്ല. എല്ലാ മതങ്ങളും നമ്മളെ എല്ലാ മതങ്ങളും ഒന്നാണമ്മേ. അതുകൊണ്ട് നമുക്ക് പുൽക്കൂട് ഒരുക്കണമേ. മനസ്സിലായി. അപ്പുറത്തെ ബാലൻ പുൽക്കൂട് ഒരുക്കുന്നുണ്ടാവും. അതായിരിക്കും ഇന്ന് ഭയങ്കരമായിട്ട് വായില്ല ഇങ്ങനത്തെ വലിയ വലിയ വർത്താനമൊക്കെ വരുന്നത്. അമ്മേ, അവര് പുൽക്കൂട് ഒരുക്കുന്നുണ്ട്, നമുക്ക് അവരെക്കാളും നല്ല അടിപൊളി പുൽക്കൂട് ഒരുക്കണം. അത്രേ ഉള്ളൂ അമ്മേ, നമ്മൾക്ക് സഹകരിക്കണം എന്ന് പറയാണ്. ശേഷം അലോകും അച്യുതനും കൂടി പുൽക്കൂടൊക്കെ ഒരുക്കുന്നുണ്ട് കേട്ടോ. അവരൊരുക്കി കഴിയുമ്പോഴേക്കും ചെറിയ പുൽക്കൂടാവാണ്. പക്ഷെ ദൈവമംഗലത്ത് ഒരുക്കി വരുമ്പോ തന്നെ വലിയൊരു പുൽക്കൂടും അതിൽ കുറെ ലൈറ്റുകളും അതുപോലെ തന്നെ കുറെ സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയാക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ മീനാക്ഷിക്കും ഇത്രക്കൊക്കെ അറിയാം എവിടെ എങ്ങനെ വെക്കണമെന്നുള്ളത്. അപ്പൊ അവരൊക്കെ കറക്റ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. അപ്പോഴേക്ക് അച്യുതൻ അവിടുന്ന് കൈ കാണിക്കണം സുകന്യന്. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിക്കാം കേട്ടോ. അപ്പൊ സുകന്യ അച്യുതന്റെ ആരും കാണുന്ന വേഗം അച്യുതന്റെ അടുത്തേക്ക് പോവാണ്. എന്താന്ന് ചോദിക്കുമ്പോഴേക്കും, അതെ അവിടെ പുൽക്കൂട് ഒരുക്കി തീരാനായോ? വലിയ സെറ്റപ്പിലാ പുൽക്കൂട് ഇരിക്കുന്നത്. ഒന്നും പറയണ്ട, ഞാൻ തന്നെ ഇത്ര നല്ല സെറ്റപ്പിൽ നല്ല ഭംഗിയിൽ ഇതുവരെ പുൽക്കൂട് കണ്ടിട്ടില്ല. അന്ന് അവർക്ക് ഫസ്റ്റ് കിട്ടുമായിരിക്കോ? ഉറപ്പല്ലേ ഈ പ്രാവശ്യം പുൽക്കൂട് മത്സരത്തിന് ദൈവമംഗലകാര് ഫസ്റ്റ് കൊണ്ടോ? ആ രീതിയിൽ അവിടെ പുൽക്കൂടും കാര്യങ്ങളും ഒരുക്കുന്നത്. പിന്നെ അവിടെ എല്ലാരും കൂടെ ഒരുമിച്ചാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ഇത് സെറ്റപ്പ് വേറെയുണ്ട്. അത് നശിപ്പിക്കണല്ലോ സുകന്യെ. എന്തായാലും പുൽക്കൂട് മത്സരത്തിൽ അവർക്ക് ആദ്യം കിട്ടാൻ പാടില്ല. എനിക്കും അത് തന്നെയാ ആഗ്രഹം. അവരുടെ ഒരു അഹങ്കാരം കാണേണ്ടി വരുമല്ലോ. ഒരു ഗോമതി ചേച്ചി, ഒരു ബാലേട്ടനും എനിക്ക് കാണുമ്പോഴേ ദേഷ്യമാണ് എന്ന് പറയണം. അതെ, അപ്പൊ അവരുടെ പുൽക്കൂട് എങ്ങനെയൊക്കെ ഇല്ലാതാക്കണം. അത് കുറച്ച് റിസ്ക് ആണ് എന്ന് സുകന്യ പറയുമ്പോൾ, എത്ര റിസ്ക് ആണെങ്കിലും നീ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നിസ്സാരമായിട്ടുള്ള പണി ചെയ്താൽ മതി. എന്താ ഉദ്ദേശിക്കണത്? പുൽക്കൂട് വല്ല കത്തിക്കാനാണോ? അയ്യോ അതൊന്നും വേണ്ട, അതൊക്കെ ചെയ്താൽ കൈയോടെ പിടിക്കപ്പെടും. നീ ഒരു കാര്യം ചെയ്, ആ പുൽക്കൂടിന്റെ ആൾക്കാര് വരത്തില്ലേ കാണാനായിട്ട്, ആ സമയത്ത് ആ പുൽക്കൂട്ടിന് യേശു ക്രിസ്തുവിനെയോ ആരെങ്കിലും ഒക്കെ ഒന്നെടുത്ത് മാറ്റ്, മെയിൻ ആയിട്ടുള്ള ആൾക്കാരെ എടുത്ത് മാറ്റ്. അതാകുമ്പോഴേക്കും ആ മാർക്കിടുമ്പോ അതില്ലാത്തവർക്ക് അവർക്ക് മാർക്ക് കിട്ടില്ലല്ലോ. അത് നല്ലൊരു ഐഡിയ, അത് ഞാൻ ചെയ്തോളാം എന്ന് സുകന്യ പറയണം. അങ്ങനെ സുകന്യ ഒന്നറിയാത്ത പോലെ വീണ്ടും ദേവമംഗലത്ത് പോവാട്ടോ. അപ്പൊ അവരെല്ലാം ഒരുക്കി വെച്ചിരിക്കണ യേശു ക്രിസ്തുവിനെ എല്ലാവരെയും വെച്ചിട്ടുണ്ട് കേട്ടോ പുൽക്കൂട്ടില്. അപ്പൊ സുകന്യ വിചാരിക്കാണ്, എന്തായാലും യേശു ക്രിസ്തു തന്നെയാണ് മെയിൻ. അപ്പൊ യേശു ക്രിസ്തുവിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാല് എന്തായാലും മാർക്ക് ഒന്നും കിട്ടാൻ പോണില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ തന്നെ എടുത്ത് മാറ്റാന്ന് വിചാരിക്കാട്ടോ. അപ്പൊ അച്യുതനും അലോകും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാട്ടോ. സുകന്യ എന്താണ് അവൾ ചെയ്യാൻ പോണത്? എന്തായാലും അവൾ പറഞ്ഞ കാര്യം ചെയ്യുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കാണ്. ആ സമയത്ത് ആര്യം നോക്കുമ്പോഴേക്കും അലോകും അച്യുതനും കൂടി വാ പൊളിച്ച് ദൈവമംഗലത്തിൽ നോക്കിക്കൊണ്ടിരിക്കാട്ടോ. ഒരു പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ആര്യൻ വലിയൊരു പടക്കം എടുക്കാട്ടോ. അതായത് തെറിച്ച് അപ്പുറത്തേക്ക് പോണ പടക്കം ഉണ്ടല്ലോ, മിസൈല് പോലെ പോണ. അപ്പൊ അതിന്റെ തീ കൊളുത്തുമ്പോഴേക്കും ദൈവമംഗലത്തിന് തീ കൊളുത്തുമ്പോഴേക്കും അത് നേരെ പോയി വീണത് അലോകിന്റെ പുറത്തേക്കാട്ടോ. അലോക് അപ്പത്തിന് അയ്യോ അച്ഛാ, എന്റെ പുറത്ത് പടക്കം വീണേ എന്ന് പറഞ്ഞിട്ട് തീ വീണേ എന്ന് പറഞ്ഞിട്ട് ഓടി അകത്ത് കയറട്ടെ. അപ്പൊ എല്ലാവരും ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. പക്ഷെ സുകന്യക്ക് മാത്രം ചിരി വരുന്നില്ല. ഇതിനേക്ക് ഇപ്പൊ എത്ര ചിരിക്കാൻ എന്തിരിക്കുന്നു എന്ന രീതിയിൽ സുകന്യ അഹങ്കാരത്തോടെ ഇരിക്കുകയാണ്. അല്ല ചേച്ചി എന്താ മാറിയിരിക്കണത്? വാ എന്ന് പറഞ്ഞ് മിത്ര വിളിക്കണ്ട. ഓ, എന്നെ ആരും വിളിച്ചൂല ക്ഷണിച്ചൂല, ഞാൻ വെറുതെ ഇവിടെ നിൽക്കല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ മാമന്റെ ഭാര്യയായിട്ട് എന്നെ അല്ലല്ലോ കണ്ടത്, അതുകൊണ്ടിട്ടായിരിക്കും.
എന്നൊക്കെ സുകന്യ ഇങ്ങനെ പറയട്ടെ. ബാലൻ പറഞ്ഞ അയ്യോ മോളെ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഹാ, നിങ്ങളുടെയൊക്കെ ചില സമയത്ത് പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം നിങ്ങളാണെങ്കിലും ധർമ്മേട്ടനാണെന്നുണ്ടെങ്കിലും ശരി കണക്ക് തന്നെയാ. എന്നെ അല്ലല്ലോ ഭാര്യയായിട്ടും അനിയത്തിയായിട്ടൊക്കെ കണ്ടത്. നിങ്ങളാണെന്നുണ്ടെങ്കിൽ മിത്രയും മീനാക്ഷിക്കൊക്കെ ഞാൻ വന്നത് പോലും ഇഷ്ടപ്പെട്ടില്ല, എന്നോട് സംസാരിക്കുന്നു പോലില്ല. നിങ്ങൾക്കെല്ലാം ഇഷ്ടം ധർമ്മേട്ടന് നേരത്തെ ആലോചിച്ച പെണ്ണിനെ ആയിരുന്നല്ലോ. പിന്നെ ബാലേട്ടന്റെയും അതുപോലെ തന്നെ ഗോമതി ചേച്ചിയുടെ കാര്യം പറയണ്ട. നിങ്ങൾ ഉറപ്പിച്ച പെണ്ണല്ലോ ഞാൻ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് ഒരു ഇഷ്ടക്കുറവുണ്ടായോ അങ്ങനെ വിചാരിക്കല്ലേ മോളെ. മോളടുത്ത് എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എന്ന് അറിയില്ല, അതുകൊണ്ടിട്ടാണ് മോൾക്ക് ഞങ്ങളൊക്കെ ശരിക്കും മനസ്സിലാവാത്ത മോൾ ഇങ്ങനെയൊക്കെ പറയണത്. എല്ലാം ശരിയാവും, മോൾ ഇതിന്റെ കൂടെ ഒക്കെ കൂട്, അങ്ങനെ ആവണം. ദേ ഈ മിത്രയും മീനാക്ഷിയൊക്കെ ഇവിടെ വന്നപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ഇപ്പൊ കണ്ടില്ലേ പറ നടക്കണത് എന്നൊക്കെ ബാലൻ പറയാണ്. ശരി, ഞാനും സഹായിക്കാം എന്നൊക്കെ പറയാണ്. ശേഷം അവര് മാർക്കിടാൻ വരുമ്പോ ഉണ്ണിയേഷിന്റെ അടുത്ത് മാറ്റിയേ പറ്റൂ എന്ന് സുകന്യ വിചാരിക്കാട്ടോ. അങ്ങനെ ആ മാർക്കിടാൻ വരുന്ന സംഘാടകർ വരുമ്പോഴേക്കും ആദ്യം പോകുന്നത് കൃഷ്ണമംഗലത്താട്ടോ. കൃഷ്ണമംഗലത്തെ സെറ്റപ്പ് ഒക്കെ നോക്കുമ്പോഴേക്കും അവർക്ക് വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. ഒരു എന്തൊക്കെയോ ആർക്കോ വേണ്ടി ചെയ്തു വെച്ചപ്പോഴത്തെ ഒരു പുൽക്കൂട്, അപ്പൊ അവരൊരു പകുതി മാർക്കേ കൊടുക്കുന്നുള്ളൂ. പിന്നീട് അവര് ദേവമംഗലത്തേക്കാണ് വരുന്നത്. ആ സമയത്ത് അച്യുതാണെങ്കിൽ നമ്മുടെ അലോകിനോട് പറഞ്ഞിടാ മോനെ, അവൾ എന്തിനും ചെയ്തിട്ടുണ്ടാവോടാ, എനിക്ക് ആ പുൽക്കൂട് കണ്ടിട്ട് ഒന്നും ചെയ്യാത്ത പോയാ തോന്നുന്നുണ്ട്, അവർക്ക് ഫുൾ മാർക്ക് കിട്ടൂടാ, അവർക്ക് എന്നെ സമ്മാനം കിട്ടും. അച്ഛനൊന്ന് അടങ്ങ്, അവരൊന്ന് അവിടെ എത്തിപ്പോയി നോക്കട്ടെ എന്ന് പറയാണ്. അപ്പൊ സുകന്യ അടുത്ത് ചോദിക്കണ്ട. അപ്പൊ സുകന്യ ഇങ്ങനെ കാണിക്കാട്ടോ. സുകന്യ ഉണ്ണിയേഷിന്റെ അടുത്ത് മാറ്റിയെന്ന് തോന്നുന്നു. പക്ഷെ എത്രയൊക്കെ ഉണ്ണിയേഷിന്റെ അടുത്ത് മാറ്റിയാലും അവിടെ മീനാക്ഷിയും ഇത്രയൊക്കെ ജീവനോട് തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഉണ്ണിയേഷിന്റെ അടുത്ത് മാറ്റിയ പോലെ തന്നെ അവിടെ കൊണ്ടുപോയി വെക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ സുകന്യയുടെ ഈ പ്ലാൻ പൊളിഞ്ഞു പോവാനാണ് ചാൻസ്. അത് മാത്രല്ല ദേവമംഗലംകാർക്ക് തന്നെ ആദ്യത്തെ സമ്മാനം, ഫസ്റ്റ് പ്രൈസ് ദേവമംഗലംകാർക്ക് തന്നെ കിട്ടും കേട്ടോ. അപ്പൊ ആ ഒരു എപ്പിസോഡ് നമ്മൾ നാളത്തെ എപ്പിസോഡായിട്ട് കാണാൻ പോണത്. അപ്പൊ ഇന്ന് എപ്പിസോഡില്ല. പിന്നെ തമിഴിൽ ഇങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കുന്ന ഭാഗങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അതിലും ഇതേപോലത്തെ കുറെ ഉടായ്പൊക്കെ സുകന്യ എന്ന് പറഞ്ഞത് ഒപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ മത്സരം ഉണ്ടാകുമ്പോഴേക്കും ഇവരെ തോൽപ്പിക്കാൻ വേണ്ടി അപ്പുറത്തെ വീട്ടുകാർ പറഞ്ഞ പോലെ ഇവരെ തോൽപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ഇതുപോലെയൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ട്. അത് മാത്രല്ല സുകന്യക്ക് ഒരു കാമുകനുണ്ട് കേട്ടോ. കാമുകൻ വെച്ചാല് പുള്ളിക്കാരനെ തേച്ചതാണ്. അതായത് ഈ അച്യുതനും അലോകൊക്കെ പറഞ്ഞപ്പോഴേക്കും ആ പുള്ളിക്കാരന് വേണ്ട, എന്നാൽ ഇവിടെ വെറുതെ ഇരുന്നാൽ മതിയല്ലോ, ഗോമതി സ്റ്റോഴ്സ് ഒക്കെ എഴുതി കിട്ടുമെന്നാണ് നമ്മുടെ സുകന്യയുടെ വിചാരം. അതുകൊണ്ടാണ് നമ്മുടെ ധർമ്മനെ വിവാഹം കഴിച്ചേട്ടോ. അപ്പൊ അയാള് എന്തായാലും ഇവര് ഹണിമൂണിന് പോകുമ്പോഴേക്കും ഇവരുടെ പുറകേല് വരുന്നുണ്ടെന്ന് മാത്രല്ല നമ്മുടെ സുകന്യാണെങ്കിൽ അയാളെ കാണുമ്പോൾ ഓടി മറിഞ്ഞ് ധർമ്മന്റെ പുറകെ പോയി നിൽക്കുന്നുണ്ട്. അപ്പൊ ധർമ്മൻ ഇതൊന്നും മനസ്സിലാവുന്നില്ല. ധർമ്മം വെറുതെ കാറ്റ് കൊള്ളാൻ വേണ്ടി തേക്കടി പോയി അവിടെ പോയി കപ്പലണ്ടി കഴിച്ചു തിരിച്ചവിടെ കിടന്ന് ഉറങ്ങി. പിന്നെ വീണ്ടും ദേവമംഗലത്ത് അത്രയേ ഉള്ളല്ലോ, അത് വേറെ ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇവര് ഹണിമൂണിനെ പോയിട്ട് വരുമ്പോഴേക്കും ആര്യനും അതുപോലെ തന്നെ നമ്മുടെ ആനന്ദൊക്കെ ചോദിക്കണ്ടേ മാമ ഹണിമൂണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു പറഞ്ഞിട്ട് നമ്മുടെ ധർമ്മൻ ഇങ്ങനെ അവരെ വിഷമിപ്പിക്കേണ്ട വെച്ചിട്ട് നല്ല സ്നേഹത്തിലായിരുന്നു, ഞങ്ങൾ നന്നായിട്ട് സ്നേഹിച്ചാണ് അവിടെ നടന്നു, നല്ല സൂപ്പർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ധർമ്മൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. പക്ഷെ ധർമ്മൻ എന്തൊക്കെ പറഞ്ഞാലും മറ്റുള്ളവർ ആര് വിശ്വസിച്ചാലും ബാലൻ വിശ്വസിക്കില്ല. കാരണം ധർമ്മൻ ഒരു കള്ളം പറഞ്ഞാൽ ബാലനെ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.